അസ്സലാമു അലൈക്കും. വേദന കൊണ്ട് വിങ്ങുന്ന കണ്ണുകളൊന്ന് അമർത്തി തുറന്നു ആഷി. ചാരിയിരുന്ന് ഉറങ്ങിപ്പോയതിനാലോ എന്തോ തലയും വല്ലാത്ത വേദന തോന്നി. വിറകുപുരയുടെ വാതിൽ കരഞ്ഞുകൊണ്ട് തുറന്നു. ഒപ്പം തന്നെ വെളിച്ചവും അകത്തേക്ക് ഇരിച്ചു കയറി. ആരും പുറത്തു നിന്നും വന്നതും അറിഞ്ഞു. അവശതയോടെ അവൻ ഒന്നുകൂടി ചുമരിലേക്ക് നീങ്ങിയിരുന്നു. വന്നത് കാസിമും ഷമീമും ആണെന്ന് അവന് മനസ്സിലായി. അവൻ അവയുടെ മുഖത്തേക്ക് നോക്കാൻ കെൽപ്പില്ലാത്ത വിധം തല കുനിച്ചിരുന്നു. എടാ, നിന്റെ മഹലിലെ കരവും മാസപ്പൈസയും അടച്ച റെസീറ്റ് വേണം. അതെവിടെ കൊടുത്താലേ നിക്കാഹിനുള്ള ഫോറം കിട്ടുള്ളൂ. മുഖവരിയില്ലാതെ പറയുന്ന കാസിമിനെ അവൻ പകച്ചു നോക്കി. അത് മനസ്സിലാക്കിയ എന്തോ ഷമീം തുടർന്നു. അവളെപ്പോലൊരു വിഴുപ്പിനെ ഇനി ചുമക്കേണ്ട ബാധ്യത മാളിയക്കിലില്ല. നാളെ മുജിയുടെ നിക്കാഹിന് മുന്നായി നിങ്ങളുടെ നിക്കാഹ് നടത്തി തരും, നിൻ്റെയും ഐഷുവിൻ്റെയും. അതൊരു അംഗീകാരമായി ഒന്നും കാണണ്ട കേട്ടോ. ഒഴിവാക്കലായി കണ്ടാൽ മതി. പിന്നെ കൺമുന്നിൽ കണ്ടേക്കരുത് രണ്ടിനെയും. അവളെയും കൊണ്ട് പോയിക്കോണം എവിടേക്കെങ്കിലും. പോയി അതിനുള്ള കാര്യങ്ങൾ നോക്കിക്കോ. നാളെ മുജിയുടെയും ഫൈസയുടെയും നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് അത് നടക്കണം. അത് പറഞ്ഞവർ തിരികെ നടക്കുമ്പോൾ തലയ്ക്ക് അടിയേറ്റ പോലെ നിന്നുപോയി അവൻ. നിക്കാഹോ? തനിക്കോ? ആരെ? തൻ്റെ കൂടെ അവൾ എങ്ങനെ വന്നു? എന്തൊക്കെയോ ആലോചിച്ചപ്പോഴേക്കും അവൻ തരിച്ചുപോയി. കാല് വച്ച് പുറത്തേക്ക് നടന്നിറങ്ങുമ്പോൾ ഒരു രൂപവും ഉണ്ടായിരുന്നില്ല അവന്. എന്ത് ചെയ്യണം? ആരെ വിളിക്കണം? അങ്ങനെയൊന്നും. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ബിയ്യുമ്മ എന്നവൻ വിളിക്കുന്ന സെബിയയും മകൻ അക്ബർ എന്ന അക്കുവും. അക്കു അവൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനാണ്. സെബിയ അവൻ്റെ ഉമ്മയും. സെബിയക്ക് വലിയ ഇഷ്ടമാണ് ആഷിഖിനെ. അക്കുവിനെ പോലെ തന്നെയാണ് ആഷി അവർക്ക്. അവന് ഭക്ഷണം പോലും കൊണ്ടുവന്ന് വെക്കാറുണ്ട് അവർ. കുറച്ചു നാളായി അവൻ്റെ വഴിവിട്ട പോക്കുകളും കൂട്ടുകെട്ടും സെബിയയും മകനെയും സങ്കടപ്പെടുത്താറുണ്ട്. അതിന് സെബിയ അവനെ ശാസിക്കാറുമുണ്ട്. എന്നാലും ബിയുമ്മയുടെ മുന്നിൽ ആഷി ഒരു പൂച്ചക്കുട്ടിയാണ്. ആഷിക്ക് ബിയുമ്മയിൽ കാണുന്നതും വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ തൻ്റെ ഉമ്മയെ തന്നെ. അവരും ഏറെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അക്കുവിനെ. മാളിയേക്കൽക്കാരുടെ സൂപ്പർ മാർക്കറ്റിൽ പാക്കിംഗ് സെക്ഷനിൽ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് സെബിയ. ആ പരിസരത്തുള്ളവർ പ്രത്യക്ഷമായും പരോക്ഷമായും ആശ്രയിക്കാറുണ്ട് മാളിയേക്കൽക്കാരെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാർത്ത അത് അവരെയും അക്കുവിനെയും ഒരുപോലെ ഞെട്ടിച്ചു. ഈ വാർത്ത കേട്ട് അവർ രണ്ടുപേരും മാളിയേക്കൽ തറവാട്ടിലേക്ക് എത്തിയെങ്കിലും ഒരു ഈച്ചയെപ്പോലും അകത്തേക്ക് അവർ കയറ്റിയില്ല, കല്യാണത്തിന് വന്ന ബന്ധുക്കളെ അല്ലാതെ. അക്കവും പലതവണ ചെന്നെങ്കിലും അങ്ങോട്ട് കടന്ന് ആഷിഖിനെ ചോദിക്കാനുള്ള ധൈര്യം അവനും ഉണ്ടായില്ല. എടാ മോനെ, എന്താടാ നിനക്ക് പറ്റിയത്? എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? എനിക്കൊന്നും അറിയില്ല ഭീമ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വലിയൊരു തകർച്ചയിലാണ് അവനെന്ന് അവർക്ക് തോന്നിപ്പോയി. ഉമ്മ, അവനോട് പിന്നെ സംസാരിക്കാം. തൽക്കാലം അവനൊന്ന് കിടക്കട്ടെ. ഉമ്മ പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. ചെല്ല്. ഭക്ഷണമൊക്കെ വീട്ടിൽ ആഷിക്ക് പാകം ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ പാചകത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ കാണാറുണ്ട്. സെബി അകത്തേക്ക് കടന്നു. അക്കു ആഷിക്കിനെ കൊണ്ട് അകത്തേക്കും. അവനിൽ നിന്നും കേട്ടറിഞ്ഞ വാർത്ത അക്കുവിനെ ഞെട്ടിച്ചു. മാളിയേക്കിലെ ഹാജി ഒന്ന് തീരുമാനിച്ചാൽ അതിന് മാറ്റില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ ആഷി? ഇല്ലടാ, എനിക്ക് വയ്യ. എങ്ങനെ ഇത് സംഭവിച്ചെന്ന് കരുതി തെറ്റേതാ ശരിയേതാണെന്നറിയാതെ അവർ കാട്ടിക്കൂട്ടുന്നതിന് ഒക്കെ ഞാൻ നിൽക്കണോ? ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എടാ, ഇനി ആ പെണ്ണ് തന്നെ കല്യാണം മുടക്കാൻ ചെയ്തതാവോ? പോടാ. സ്വയം നാറിയിട്ട് ആരെങ്കിലും കല്യാണം ഒഴിവാക്കോ? അതൊന്നുമല്ല. ആരോ അവൾക്കിട്ട് പണി കൊടുത്തതാ. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാനും അതിൽ പെട്ടു. അതെന്തേലും ആവട്ടെ. ഇപ്പോൾ ഇതിന് രക്ഷപ്പെടാൻ നീ ഒരു വഴി പറയാക്കൂ. എടാ, ഞാനെന്ത് പറയാനാടാ? ഹാജിക്ക് ഈ നാട്ടിലുള്ള പിടിപാട് നിനക്കറിയാലോ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അവൻ എന്തോ ആലോചിച്ചെന്ന പോലെ പറഞ്ഞു. എനിക്ക് എങ്ങോട്ടെങ്കിലും മാറണക്കൂ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിനക്ക്? പ്ലീസ്. എങ്ങനെയാടാ? നാളെ നേരം വെളുക്കോളം സമയമുണ്ടല്ലോ. നമുക്ക് നോക്കാം. ഞാനൊന്ന് പുറത്തിറങ്ങി സാഹചര്യങ്ങൾ നോക്കട്ടെ. നീ ഒന്ന് കിടന്നോ. അക്ക മുണ്ടും മാടിക്കുത്തി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ചൂടുള്ള കഞ്ഞിയും ചുട്ടരിച്ച ചമ്മന്തിയുമായി ഉമ്മയും സെബിയുമ്മയും എത്തി. ഇത് കുടിക്കും മോനെ. അവൻ ബുദ്ധിമുട്ടപ്പോൾ
സെബിയെ തന്നെ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കുറച്ച് കഞ്ഞി കുടിച്ച് ചമ്മന്തി എടുത്ത് വായിൽ വെച്ചും പൊട്ടിയ ചുണ്ടിൽ തട്ടി നീറാൻ തുടങ്ങി. അവൻ്റെ പരാക്രമം കണ്ട് അവരും കരയാൻ തുടങ്ങി. എന്ത് തല്ലാ റബ്ബേ, എൻ്റെ ചെക്കനെ അവർ തല്ലിയത്. സാരില്ല ഭീമ, എന്നാലും ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ മോനെ ആ പെങ്കൊച്ചിനെ അവർ ബാക്കി വെച്ചിട്ടുണ്ടാവോ ആവോ റബ്ബേ. അവർ പറയുന്നത് കേട്ട് അവനും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നില്ല. ഏയ്, താൻ എന്നനല്ലേ, അതുപോലെ എന്തായാലും അവളോട് ചെയ്തു കാണില്ല. അവിടുത്തെ കുട്ടി തന്നെയല്ലേ. അതിനുത്തരം അവൻ തന്നെ കണ്ടെത്തി. എന്നാലും ഞാൻ എങ്ങനെയാവും അവിടേക്ക് എത്തിയത്? ഒരിക്കൽ പോലും കണ്ടിട്ട് പോലുമില്ല അവളെ ഞാൻ. പിന്നെ കണ്ടിട്ടുള്ളത് ഷമീമിൻ്റെ പെങ്ങന്മാരെയാണ്. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി കഞ്ഞി കുടിച്ചവൻ എഴുന്നേറ്റു. അത്രത്തോളം വിശപ്പും അവനുണ്ടായിരുന്നു. അപ്പോഴേക്കും പുറത്തു പോയ അക്കു തിരികെ എത്തി. ഡാ, പുറത്തിറങ്ങാൻ നീ കരുതണ്ട, ചുറ്റും ആചാര്യ ആൾക്കാരാ. കല്യാണത്തിൻ്റെ തിരക്ക് വേറെ. പിന്നെ മുജീബ് ആ പെണ്ണിന് പകരം ഷമീമിൻ്റെ പെങ്ങളെ നിക്കാഹ് ചെയ്യാൻ പോകുന്നുവെന്ന്. അതിനു മുമ്പേ ആയിട്ട് നിങ്ങളെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്താനാണ് പ്ലാന്. എന്തായാലും അവർ നമ്മളെ പൂട്ടിയിരിക്കാണ് ആശി. ഇതിൽ നിന്നും പുറത്ത് ചാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ മക്കളെ, എന്തായി? അവർ പോയതെന്തായി? അവർ സംസാരം കേട്ട് സെബിയെ തിരക്കി. വിവരങ്ങളെല്ലാം കേട്ട് തരിച്ചു നിന്നതേയുള്ളൂ സെബിയ. എങ്ങോട്ട് പോവാനാ മോനെ? എങ്ങോട്ടെങ്കിലും പോകണം ഭീമ. എനിക്കിതിന്ന് രക്ഷപ്പെടണം. എടാ, ഞാൻ പോയി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കിയിട്ട് വരാം. എന്നിട്ടേ ഇവിടെ നിന്ന് ചാടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും തൽക്കാലം കടക്കാം. മോനെ, നിൻ്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? സെബിയാണ് ചോദിച്ചത്. ഇല്ല, എവിടെ നിന്നെങ്കിലും ഒപ്പിക്കണം. അപ്പോൾ തന്നെ സെബിയെ തൻ്റെ കയ്യിലുള്ള വള ഊരിയെടുത്ത് അക്കുവിനെ ഏൽപ്പിച്ചു. തൽക്കാലം ഇത് വിറ്റ് നീ കുറച്ച് പൈസ അവനെ ഒപ്പിച്ചു കൊടുക്ക്. വേണ്ട ബിയുമ്മ, എനിക്ക് വേണ്ടി ബിയുമ്മ ദൂരണ്ട. ഞാൻ ആരെന്നെങ്കിലും ഒപ്പിക്കാം. വണ്ടി ഓടിയതിൻ്റെ പൈസ കുറച്ച് കിട്ടാനുണ്ട്. ആ കിട്ടും, ഹാജി ഇപ്പോൾ തരും ആ പൈസ. ചെല്ലനേ, അക്കു പറഞ്ഞ പോലെ ഇനി എന്ത് എന്നൊരു ചോദ്യം ഉള്ളിൽ നിറഞ്ഞു. തൽക്കാലം എൻ്റെ മോനെ ഇതെന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസ ഒപ്പിക്ക്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അക്കു വണ്ടിയെടുത്ത് പതുക്കെ പുറത്തേക്ക് കടന്നു. മുറ്റത്തേക്കുള്ള വഴിയിൽ പ്രത്യേകിച്ച് ആരുമില്ലാത്തത് ആശ്വാസമായെങ്കിലും മെയിൻ റോഡിലേക്കും പോക്കറ്റ് റോഡിലേക്കും തിരിയുന്ന വഴിയിലുമെല്ലാം ഹാജിയുടെ തടിമില്ലിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകൾ ഒറ്റയ്ക്കും കൂട്ടുമായുമൊക്കെ അവിടെ ഇവിടെയും ഉണ്ടായിരുന്നു. അക്കു ആഷിഖിൻ്റെ കൂട്ടുകാരനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനെയും കാര്യമായി നോക്കുന്നുണ്ടവർ. അവൻ രണ്ടും കൽപ്പിച്ച് ടൗണിലേക്ക് വണ്ടിയെടുത്തു. അപ്പോഴും ഒരു 2 വീലറിൽ അവരിൽ നിന്ന് ഒരാൾ അവനെ നിരീക്ഷിച്ചുകൊണ്ട് പിന്നാലെ ഉണ്ടായിരുന്നു. അവൻ ടൗണിലെത്തി വള പണയം വെച്ച് പൈസ എടുത്ത് തിരിച്ചു പോരുമ്പോഴും കണ്ടു വഴിയിൽ ഒറ്റയ്ക്കും കൂട്ടുമായും മാളിയാക്കിലെ മറ്റു പണിക്കാർ. ആഷിഖിൻ്റെ കൂട്ടുകാരനായി തന്നെ അവർ വീക്ഷിക്കുന്നുവെങ്കിൽ ആഷിഖിനെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല എന്നവന് മനസ്സിലായി. കരഞ്ഞു തളർന്ന് എപ്പോഴാണ് ഉറങ്ങിയത് എന്ന് പോലും നിശ്ചയമില്ല. എഴുന്നേറ്റത് മുതൽ തലയ്ക്ക് നല്ല വേദനയായിരുന്നു. കുറച്ചു നേരം കൊണ്ട് ഒരു പുഴുവിനോളം ചെറുതാവുന്നതും താൻ അന്യയാവുന്നതും അവൾ അറിഞ്ഞു. കുറച്ച് മണിക്കൂറുകൾക്കിപ്പുറം ഉമ്മൂമ്മ വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരിയുന്നത് അവൾ അറിഞ്ഞു. ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മൂമ്മാൻ്റെ കുട്ടി തെറ്റൊന്നും ചെയ്യുമെന്ന് വിശ്വസിക്കാനേ ഈ ഉമ്മൂമ്മക്ക് പറ്റണില്ല മോളെ. ഒക്കെ റബ്ബിൻ്റെ വിധിയാക്കി കണ്ടാൽ മതി. ഉമ്മുമ്മാൻ്റെ മോള് നിസ്കരിച്ച് തൗബ ചെയ്ത് റബ്ബിനോട് നല്ലോ ദുഹാ ചെയ്യണം. അള്ളാഹു എൻ്റെ മോളെ കൈവിടൂല. ഓൻ്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. ആ വൃദ്ധ മാതാവ് കരഞ്ഞുകൊണ്ട് അവളെ ഏറെ നേരം കെട്ടിപ്പിടിച്ചു. തിരിച്ചൊന്നും പറയാനില്ലാത്ത വിധം അവളൊരു ശില കണക്കിയിരുന്നു. കുറച്ചു നേരത്തെ എണ്ണലിനും പറച്ചിലിനും കരച്ചിലിനും ശേഷം ഉമ്മൂമ്മ തിരികെ പോയി. അല്പം കൂടി കഴിഞ്ഞ് അകത്തെ പണിക്കാരിൽ ഏതോ പെണ്ണുങ്ങൾ കഴിക്കാൻ എന്തോ കൊണ്ടുവന്ന് വെച്ച് തിരികെ പോയി. കുറച്ചു നേരം അങ്ങനെ കിടന്ന് മനസ്സിൽ എന്തോ ഉറപ്പിച്ചവൾ ഡ്രസ്സും എടുത്ത് കുളിമുറിയിലേക്ക് കയറി. ഷവറിനടിയിൽ കുറേ നേരം നിന്നവൾ കരഞ്ഞു. വെള്ളം വീണപ്പോൾ തല്ലിക്കിട്ടി പൊട്ടുകൊണ്ട ശരീരം നീറിപ്പുകഞ്ഞു, ഒപ്പം മനസ്സും. പിന്നെ ഒരു ഉണർവിൽ കുളിയും കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി വുളുവും എടുത്ത് പുറത്തേക്കിറങ്ങി. ഓ, കുളിയും തേവാരും കഴിഞ്ഞോ മാളിയാക്കിലെ ബീവിടെ? നസീറയും പെൺമക്കളും ശവത്തിൽ കുത്താൻ എന്ന പോലെ റൂമിലുണ്ട്. വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലയ്യേ. മുജീബിൻ്റെയും ഫൈസയുടെയും നിക്കാഹാണ് നാളെ നടക്കുന്നത്.
അത് അവളിൽ ഒരു ഞെട്ടലുണ്ടാക്കി. എങ്കിലും മരിച്ചു കഴിഞ്ഞ മനസ്സിൽ മരവിപ്പില്ലാത്തൊരു വികാരവും ഉണ്ടായില്ല എന്നതാണ് സത്യം. പിന്നെ നിന്റെ അവിഹിതക്കാരനില്ലേ, അവന് തന്നെ നിന്നെ കെട്ടിച്ചു കൊടുക്കാൻ ഉപ്പുപ്പ തീരുമാനിച്ചിട്ടുണ്ട്. കോളടിച്ചല്ലോ, ഇനി ഒളിച്ചും പാത്തും ഒന്നും വേണ്ടല്ലോ. അതും അവൾക്കൊരു പുതിയ അറിവായിരുന്നു. കണ്ണ് കരയാൻ പോലും മടിക്കുന്നു. എന്തൊരു വിധിയാണ് റബ്ബേ. അവൾ നിസ്കാരപ്പായയിലേക്ക് കരഞ്ഞു ഊർന്നു വീണു. തൗബ ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത തെറ്റെല്ലാം പുറത്ത് എന്നെ നീ ചേർത്ത് നിർത്തണേ നാഥ. എന്നിൽ ഖൈറായതെന്തോ അതെനിക്ക് തരണേ തമ്പുരാനെ. അല്ലാത്ത പക്ഷം നീ എന്നെ നിന്നിലേക്ക് വിളിക്ക റബ്ബേ. ഇത്രയും നാൾ ഈമാനിൽ ജീവിച്ചിട്ട് സ്വയം മരിക്കാനെ, എന്നിട്ടൊരാഹിറമില്ലാതാക്കാൻ എനിക്ക് വയ്യ. അവളുടെ ഉള്ളം റബ്ബിനോട് തേടി. എന്നിട്ടും മനസ്സിന് ആശ്വാസം കിട്ടാതെ ഇരുന്നവൾ ഖുർആൻ എടുത്ത് പാരായണം ചെയ്തു. പിന്നെയും ഒരുപാട് ദുആ ചെയ്ത് കരഞ്ഞു പറ്റിയവൾ നിസ്കാരപ്പായിൽ തളർന്നുടങ്ങി. അതെ ഇശൽ, നിനക്ക് ഹൈറായിട്ടുള്ളത് മാത്രമേ ഞാൻ തരൂ എന്ന് മുകളിൽ നിന്ന് പടച്ചോൻ പറയുന്നത് പോലെ അവൾക്ക് തോന്നി. കരഞ്ഞു തളർന്ന് എപ്പോഴോ ആയിഷു ഉറങ്ങിപ്പോയി. നാളെ വിധി അവൾക്കായി കാത്തു വെച്ചിരിക്കുന്നത് എന്താണോ അതിനെ വരവേൽക്കാൻ അവൾ ഒരുങ്ങി. ഏറെക്കുറെ സ്ഥലങ്ങളിലും നിരീക്ഷണം നടത്തി എല്ലായിടത്തും ഹാജിയുടെ ആളുകൾ ഉണ്ടെന്ന തിരിച്ചറിവിൽ ഏറെ വൈകിയാണ് അക്കു തിരിച്ചെത്തിയത്. അവൻ തിരിച്ചു വരുമ്പോഴേക്കും തൻ്റെ 2-3 ഡ്രസ്സും ബാഗിലാക്കി എവിടേക്കെങ്കിലും മുങ്ങാൻ കണക്കാക്കി ആഷി റെഡിയായി നിന്നിരുന്നു. 2 വീലറിൻ്റെ ശബ്ദം കേട്ടതും അവൻ പുറത്തേക്ക് വേഗം ഇറങ്ങി. ഒരു രക്ഷയില്ല ആഷി. പുറത്തു കടക്കാനുള്ള എല്ലാ വഴിയിലും ഹാജിയുടെ ആളുകളാണ്, എല്ലാ വഴിയിലും. ആഷി നിരാശയോടെ കയ്യിലെ ബാഗ് വലിച്ചെറിഞ്ഞ് കട്ടിലേക്ക് ഇരുന്നു. കുറച്ചു നേരത്തിന് ശേഷം രണ്ടും കൽപ്പിച്ചിറങ്ങിയെങ്കിലും പുറത്തത്രയും ഹാജിയുടെയും ഷമീമിൻ്റെയും ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. ആദ്യമേ തല്ലുകിട്ടിയതിൻ്റെ ക്ഷീണയും അവശതയും ഉള്ളതിനാൽ ഇനി ഒരു പ്രതിരോധത്തിനുള്ള കെൽപ്പും അവനില്ല. അക്കുവിന് അവനെ തനിച്ച് വിടാൻ ധൈര്യവുമില്ല. രണ്ടാളും കൂടെ പോയാൽ ഉമ്മ ഇണങ്ങാറാവുകയും ചെയ്യും. നീ എന്നും ആലോചിക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാംടാ. നിക്കാ എങ്കിൽ നിക്കാഹ്. അക്കു പറഞ്ഞു. നീ എന്താടി പറയുന്നത്? അവരുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കണമെന്നോ? തോക്കരുത്, ജയിക്കണം. മാളിയക്കിലെ പെണ്ണിനെ കെട്ടി നല്ല അന്തസ്സായിട്ട് ജീവിക്ക്, അക്കു പറഞ്ഞു. ഓ പിന്നെ നീ എന്തറിഞ്ഞിട്ടാ അക്കു? ആ പെണ്ണ് ഏതാ എന്താ എന്ന് പോലും എനിക്കറിയില്ല. മുഖം പോയിട്ട് അവളുടെ നേല് പോലും ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരാളെ നിക്കാഹ് ചെയ്യാനാണ് നീ പറയുന്നത്? ഡാ, അപ്പോൾ നീ ആ പെങ്കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്ക്. ഇത്രയും നാണക്കേട് വരുത്തി വെച്ച ആ പെണ്ണിനെ അവർ എന്തോരം ടോർച്ചർ ചെയ്ത് കാണും, അക്കു പറഞ്ഞു. ഇത് കേട്ട് വന്ന സെബിയും പറഞ്ഞു. നേരാ മോനെ, നീ നാട് വിട്ടു പോയാലും ആ പെങ്കൊച്ചിൻ്റെ അവസ്ഥ എന്താവും? എന്തായാലും നിൻ്റെ പേരിൽ ചീത്തപ്പേരായി. ഒരു പെങ്കൊച്ചിൻ്റെ കണ്ണീർ വീണിട്ട് എവിടെ പോയിട്ടും കാര്യമില്ല മോനെ. എന്നാലും ബിയുമ്മ, എനിക്കിത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിന് ഞാൻ? മാത്രമല്ല അവൾ മുജീബിനായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട പെൺകുട്ടിയാണ്. ആര് ചെയ്ത ചതിയാണെങ്കിലും അവളുടെ ഉള്ളിൽ എന്നോട് ഏത് രീതിയിൽ വെറുപ്പായിരിക്കും. വെറുതെ എന്തിനാ? ശരിയാണ് മോനെ. എന്നാലും ആ പെങ്കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു വിഷമം. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത കുട്ടിയാ. ഇപ്പോൾ നാടിനും വീടിനും വെറുക്കപ്പെട്ടവളായി. നല്ലൊരു പൊന്നുംകുടം പോലത്തെ മോളാ. ഞാനും കണ്ടിട്ടുണ്ട് ഹാജിയുടെ കൂടെ 1-2 പ്രാവശ്യം മോളെ. നമ്മളും കൂടെ കൈവിട്ടാൽ എങ്ങനെയാ? അവർക്ക് ആ പെൺകുട്ടിയുടെ മുഖം ആലോചിക്കും തോളും വിഷമം തോന്നി. അതേടാ, വരും പോലെ വരട്ടെ. ഇനിയിപ്പോൾ ഓൾക്ക് നിന്നോട് വെറുപ്പാണെങ്കിൽ അപ്പോൾ നോക്കാം. ഇനി അതല്ല എങ്കിൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും കൂടെ തീരുമാനിച്ച് രണ്ടാളും 2 വഴിക്ക് തിരിയണം. എന്നാലും അക്കു, എനിക്കൊരു രൂപമില്ലടാ. പഠിച്ചവൻ എന്താവും ഇങ്ങനെ ഒരു വിധി എനിക്ക് തന്നത്? അവനും ഒട്ടേറെ മാനസിക സംഘർഷത്തോടെ ആ രാത്രിയെ വരവേറ്റു. എത്ര കിടന്നിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു നടന്നും നിന്നും പിന്നെ എപ്പോഴും മയക്കത്തിലേക്ക് വീണും അവൻ രാവിലെ അവൻ കാത്തുനിന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പള്ളിയിൽ നിന്നും ബാങ്ക് വിളിയുടെ സംഗീതം കാറ്റിൽ നിറഞ്ഞു. ബാങ്ക് വിളി കഴിഞ്ഞതും വാതിലിൽ ഒരു മുട്ട് കേട്ട് ആഷി എഴുന്നേറ്റു. പുറത്ത് ഷെമയും പിന്നെ കുറച്ചു പേരും, ഹാജിയുടെ ആളുകൾ തന്നെ. അപ്പോഴേക്കും അക്കുവും സെബീമയും എഴുന്നേറ്റ് വന്നു. ആഷിയുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ അന്ന് രാത്രി അവിടെ നിൽക്കുകയായിരുന്ന ഉമ്മയും മോനും. അപ്പോൾ പറഞ്ഞ പോലെ വേഗം റെഡിയായി വന്നു. സുബഹി നമസ്കാരത്തിന് ശേഷമാണ് നിക്കാഹ്. ഷമീം ഒട്ടും താല്പര്യമില്ലാതെ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു മാറി നിന്നു. എനിക്കൊന്നുകൂടി ആലോചിക്കണം.
പറഞ്ഞു തീർന്നതും ആശയുടെ ഷർട്ടിൻ്റെ കോളറിൽ ഷമീമിൻ്റെ പിടി വീണു. എന്താടാ നിനക്ക് ഇത്രയും ആലോചിക്കാനുള്ളത്? വീട്ടിൽ കയറി തെണ്ടിത്തിന് കാണിച്ചിട്ട് ഇനിയും നിനക്ക് ആലോചിക്കാൻ കൂടി വേണം അല്ലടാ? ഷമീം അലറി. അപ്പോഴേക്കും അക്കു ചാടി അവർക്കിടയിൽ വീണു. ഷമിക്ക, പ്ലീസ് അവനെ വിട്. ഉപദ്രവിക്കാവുന്ന മാക്സിമം നിങ്ങൾ അവനെ ഉപദ്രവിച്ചില്ലേ? മതി, അവൻ വരും. ആഷി, പോയി റെഡിയാവ്, ചെല്ലേ. യാന്ത്രികമായി തന്നെ അവൻ പോയി ഫ്രഷായി വുളു എടുത്തു. എന്തോ മനസ്സിൽ ഉറപ്പിച്ച ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കുറച്ച് പൈസ എടുത്ത് പേഴ്സിലും തിരികെ ഇറങ്ങി വന്നു. അവർക്കൊപ്പം തന്നെയാണ് അവനെ അവർ കൊണ്ടുപോയത്. പള്ളിയിലെത്തുമ്പോൾ പതിവ് നിസ്കാരത്തിന് വരുന്ന കുറച്ചു ആളുകളുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞു. എന്ത് വിധിയായാലും നല്ലതിനായിരിക്കണേ എന്ന് ഉള്ളൊരുക്കി ദുആ ചെയ്തു. പിന്നെ മെല്ലെ ഷമീമിന് പിന്നാലെ ഉസ്താദിനടുത്തേക്ക് നടന്നു. അവിടെ പള്ളി ഖത്തീബ്, ഏതാനും ചില കമ്മിറ്റിക്കാർ, പിന്നെ ഹാജിയും മക്കളും. നിക്കാഹിനിരിക്കാം. ഹാജിയാർക്കരിയിൽ നിക്കാഹിനായി മുട്ടുകുത്തിരിക്കുമ്പോൾ എന്തോ അവനുള്ളിൽ ശാന്തതയായിരുന്നു. എന്താ മഹർ? പൈസ മുന്നിലേക്ക് നീക്കി വെച്ചു. അതിനുള്ളിൽ എത്രയുണ്ടോ അത്രയും പൈസ മഹർ. അവൻ ചങ്കുറപ്പിച്ച് തന്നെയാണ് പറഞ്ഞത്. 5000 രൂപ. 5000 രൂപ മഹർ. അപ്പോൾ ഈ നിക്കാഹ് നടക്കട്ടെ. വിറച്ചുകൊണ്ട് തന്നെയാണ് ഹാജിയുടെ കൈക്ക് മുകളിൽ അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചത്. ഖുർആന്റെ വചനങ്ങളുടെ അകമ്പടിയോടെ തൻ്റെ പേരക്കുട്ടിയുടെ നിക്കാഹ് വചനം ചൊല്ലുമ്പോൾ ആ ഹാജിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അവൻ്റെ കയ്യിലേക്ക് വീണു. അയാളുടെ ഹൃദയം ഉരുകി ഒലിച്ച് തൻ്റെ കയ്യിലേക്ക് ഇറ്റി വീഴുകയാണെന്ന് തോന്നി. അവനും നിറഞ്ഞ മനസ്സോടെ തന്നെ പ്രാർത്ഥനകളോടെ തന്നെ അവൻ ആ വചനങ്ങൾ ഏറ്റുചൊല്ലി. നിങ്ങളുടെ മകൾ ഇഷിൽ എന്നവളെ ഈ പണം മഹറിന് ഇണയാക്കി തന്നതിനെ പൂർണ്ണമായും സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണും കൽബും ഒരുപോലെ പിടച്ചു. ഹൃദയം നിറഞ്ഞൊരു കണ്ണും ഹൃദയമായി അവൻ ആ പേര് ആദ്യമായി ഉരുവിട്ടു, ഇഷൽ. എന്നാൽ ഇതൊന്നും അറിയാതെ ഒരുവൾ അപ്പോൾ റബ്ബിൻ്റെ മുന്നിൽ സുജൂദിലായിരുന്നു. തൻ്റെ റബ്ബ് തനിക്കായി കാത്തുവെച്ച ഉയിരിൻ്റെ പാതിയെ അറിയാതെ. പെട്ടെന്ന് ഡോർ തുറന്ന് ഫൈസയും ഫഹയും കൂടെ വന്നു. ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. കയ്യിലൊരു കവർ കട്ടിലിൽ വെച്ചുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ ചിരിച്ചു ഫൈസ. അതെടുത്ത് ഇട്ട് വേഗം റെഡി ആയിക്കോ, മണവാളിനൊപ്പം പോവാൻ. നിക്കാഹ് കഴിഞ്ഞ് അവരിപ്പോൾ എത്തും. ഇഷിൽ ഒന്നും മനസ്സിലാവാനാവാതെ അവളെ തുറച്ചു നോക്കി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വിധി? ഉമ്മാമ പറഞ്ഞ എൻ്റെ വിധി? എന്നാലും എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ ഉപ്പുപ്പാക്ക് എങ്ങനെ തോന്നി? അവൾക്ക് നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. റബ്ബേ! അവൾ നിസ്കാരപ്പായിൽ ഇരുന്ന് മുട്ടുകുത്തി കരഞ്ഞു. ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ ആലോചിക്കണം. മറ്റൊന്നുകൂടെ, ഇന്ന് ലുഹറിന് മുമ്പായി നിശ്ചയിച്ച പോലെ എൻ്റെ മുജിക്കാടെ നിക്കാഹ്, പിന്നെ നടക്കുന്ന വിവാഹാഘോഷങ്ങൾ, ഇതെല്ലാം നീ കാണണമെന്നെനിക്കുണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ വേണ്ട, എൻ്റെ മുജിക്കാടെയും ഇടയിലേക്ക് നീയല്ല, നിൻ്റെ നിഴൽ പോലും വേണ്ട. അതിന് ഇതാണ് നല്ലത്. ഞാൻ എന്ത് നിന്നോട് ചെയ്തിട്ടാ? നിനക്ക് മുജിക്കാനോട് ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എന്നെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ വേണ്ടില്ലായിരുന്നു. ഇഷലിന് ബാക്കി പറയാൻ പറ്റിയില്ല. ആ ശരി, എന്നാൽ എനിക്ക് റെഡി ആവാൻ നേരമായി. ഇപ്പോൾ ഇരുന്നാലേ ശരിയാവൂ. നിന്നെപ്പോലെ അല്ലല്ലോ, വലിയ ഫംഗ്ഷനല്ലേ. അപ്പോൾ ഇനി നമ്മൾ കാണാതിരിക്കട്ടെ. അതും പറഞ്ഞവൾ ഫൈസ ഇറങ്ങി. ഇഷൽ പൊട്ടിക്കരച്ചിലൂടെ നിലത്തേക്ക് ഊർന്നിരുന്നു. കട്ടിലിൽ ഫൈസ കൊണ്ടുവന്നിട്ട കവറിൽ നിന്നും പുറത്ത് വീണ് കിടക്കുന്ന കറുത്ത പർദ്ദ, ആ പർദ്ദ പോലെ ഇരുണ്ടതാണ് ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതവും അവൾക്ക് തോന്നി. അക്കുവിൻ്റെ ഓട്ടോയിൽ കയറി ഹാജിയുടെ കാറിന് പിന്നാലെ മാളിയേക്കൽ തറവാടിലേക്ക് എത്തുമ്പോൾ ആഷിക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി. ഒന്നും മിണ്ടാതെ ആ വാതിൽക്കൽ അങ്ങനെ നിന്നു അവൻ. പുറത്തുമുഖത്തുമായി തന്നെ ഉറ്റുനോക്കുന്ന അനേകം കണ്ണുകൾ. ആരും നേരെ നോക്കുന്നില്ലെന്ന് മാത്രം. ഓളെ വിളിക്കേ! ഹാജിയുടെ ഗംഭീര സ്വരം. പിന്നെ തീരെ പതഞ്ഞ സ്വരത്തിൽ ആരോ നടന്നു വരുന്ന ശബ്ദം. ഉറക്കെയുള്ള അവളുടെ ഏങ്ങലൊരു ശബ്ദം. ഇതാണ് ഓൻ എനിക്ക് മഹർ തന്ന മഹർ പണം. ഈ ദുനിയാവിൽ എനിക്ക് നിന്നോടുള്ള കടമ തീർന്നു. ഇത്രയും നല്ലൊരു സമ്മാനം എങ്ങനെ പോറ്റി വളർത്തേനെ എൻ്റെ പൊന്നുമോൾ. ഉപ്പൂപ്പാക്ക് തരുമെന്ന് ഉപ്പൂപ്പ കരുതിയില്ല. ശരിക്കും ഇറക്കി വിടേണ്ടതാണ്. പക്ഷേ നിക്കാഹ് കഴിക്കാതെ പറഞ്ഞയച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഹറാമിൻ്റെ കുറ്റം അതുകൂടി ഏൽക്കാൻ എനിക്ക് വയ്യ. പൊയ്ക്കോളൂ. ഇനി ഇങ്ങനെ ഒരു വീടും വീട്ടുകാരും ഐഷുവിനില്ല. എൻ്റെ മയ്യത്ത് പോലും കാണാൻ ഇനി നീ വരണ്ട. ഉപ്പൂപ്പ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല.
പഠിച്ചവനാണേ സത്യം. ഹാജിയുടെ കാലിൽ പിടിച്ച് പൊട്ടിക്കരിയുന്ന പെൺകുട്ടികളെ അവൻ നോക്കി. എന്തുകൊണ്ടോ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം വന്നു നിറഞ്ഞു. അവളെ അവിടെ നിന്നും എഴുന്നേൽപ്പിക്കാനാണ് അവന് തോന്നിയത്. പക്ഷെ അതിന് ശക്തിയില്ലാത്തതുപോലെ. അല്ലാ, നിങ്ങൾ എന്തേ ചെയ്യണേ? എൻ്റെ പൊന്നുമോളെ ഇങ്ങനെ ഇറക്കി വിടല്ലേ. അവളുടെ ഉമ്മൂമ്മ അവളെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരിഞ്ഞു. കരച്ചിലും പിഴിച്ചിലും ഒക്കെ മതി ഉമ്മൂമ്മ, വയ്യാതാവും, നമ്മുടെ ആയുഷ് മരിച്ചു, അങ്ങനെ കരുതിയാൽ മതി. ഉമ്മൂമ്മ വരൂ. ഷമീം ഉമ്മൂമ്മയെ നെഞ്ചിലേക്ക് ചേർത്ത് മുന്നോട്ട് നടന്നു. അവർ ആജയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ വൃദ്ധ ദമ്പതികളുടെ നിൽപ്പും കരച്ചിലും കണ്ട് ആഷിക്കും അക്കുവിനും എന്ത് ചെയ്യുമെന്ന് ഒരു രൂപവുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഷമീം മുന്നോട്ട് വന്ന് മുട്ടുകത്ത് കരയുന്ന ഇഷലിനെ എഴുന്നേൽപ്പിച്ച് മുന്നോട്ട് തള്ളി. മതിയായില്ലേ നിനക്ക്? ഇനി അവരുടെ മയ്യത്ത് കൂടെ കാണണം നിനക്ക്? ഇറങ്ങിപ്പോയിക്കോ, എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ. അത് പറഞ്ഞാണ് അവളെ മുന്നോട്ട് തള്ളിയത്. മുഖം കുത്തി വീഴാൻ പോയി അവളെ ഒറ്റ കുതിപ്പിന് താങ്ങിപ്പിടിച്ചു ആഷി. അവൾ തളർന്നു കുഴഞ്ഞവൻ്റെ കയ്യിലേക്ക് വീണു ബോധമറ്റു. തൻ്റെ കയ്യിൽ കുഴഞ്ഞു കിടക്കുന്ന ശരീരത്തിന് ജീവനല്ലേ എന്നവന് സംശയം തോന്നി. അത്രയും നേർത്ത തൂവൽ പോലെ. അവളെ കയ്യിൽ കോരിയെടുത്തു അക്കുവിൻ്റെ ഓട്ടോയുടെ പിറകിൽ കയറുമ്പോൾ അവൻ്റെ കണ്ണുകളും എന്തിനെന്നല്ലാതെ നിറഞ്ഞൊഴുകി. അക്കു ടാ, ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വിട്, അവൻ ആകെ പകപ്പോടെ അക്കുവിനോട് പറഞ്ഞു. കറുത്ത മുഖമക്കനിക്കുള്ളിൽ വെളുത്ത പൂനിലാവ് പോലെയുള്ള മുഖം, വിളറി വെളുത്ത് അങ്ങിങ്ങായി തല്ലിക്കെട്ടിയെടുത്തും നീലിച്ചും കല്ലിച്ചും കിടക്കുന്ന പാടുകൾ, ചുമര് ചേർത്ത് ഇടിച്ച പോലെ നെറ്റിയിലുള്ള നേർത്ത കല്ലിച്ച മുറിപ്പാട്, കുലുന്നനെയുള്ള നേർത്ത മൈലാഞ്ചി ചുവപ്പുള്ള ആ കൈകളിൽ അപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന അവൻ്റെ മഹർ പണം. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇല്ല, ഒരു ചലനവും ഇല്ല. ഇമ വെട്ടാതെ കണ്ണുകളും കണ്ണീർ വീണ പാടുള്ള കവിൾത്തടങ്ങളും ഇന്നലത്തെ മർദ്ദനത്തിൻ്റെ ബാക്കി പത്രമെന്നോണം കവിളിൽ ആരുടെയോ കൈ ആയത്തിൽ പതിഞ്ഞ പാടും. ഡാ, വേഗം വിടടാ, വേഗം വിടുക അക്കു. അവളുടെ തളർന്നുള്ള കിടപ്പ് കാണും തോറും അവന് വല്ലാതെ ഒരു സങ്കടം നിറയും പോലെ. എടാ അക്കു, വേഗം, അവനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിയാൽ മതിയെന്നായി. തളർന്നു പോയ കണ്ണുകൾ വലിച്ചു തുറന്ന് ഐഷു എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കണ്ണു തുറന്നപ്പോൾ കണ്ടത് വലതു കൈയിൽ കുത്തിയ സൂചിയാണ്. തുള്ളിത്തുള്ളിയായി ഇറ്റി വീഴുന്ന ഡ്രിപ്പിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കി. ഹോസ്പിറ്റലിലാണെന്ന് പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. അവൾ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമം നടത്തി. ഏയപ്പെട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും അവളെ ആരോ ചാരി എഴുന്നേൽപ്പിച്ചിരുത്തി. വളരെ മനോഹരമായി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ആ ഉമ്മയുടെ മുഖത്തേക്ക് അവൾ നോക്കി. വില കുറഞ്ഞൊരു സാരി മനോഹരമായി ചുറ്റി ഒരു തലപ്പ് തലയിലേക്ക് എടുത്തിട്ടുണ്ട്. അവൾക്ക് പെട്ടെന്ന് എന്തോ മുജിയുടെ ഉമ്മയെ ഓർമ്മ വന്നു. അമ്മായി തന്നെ പൊന്നുപോലെ നോക്കിയ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു തന്ന, ഇപ്പോൾ മരുമകളായി തന്നെ സ്വീകരിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ അമ്മായി. ഒന്ന് മുഖത്തേക്ക് പോലും നോക്കാതെ ഇത്രയധികം തന്നെ വെറുക്കാൻ മാത്രം അമ്മായിക്ക് പറ്റിയല്ലോ. അവളുടെ ഉള്ളം വീണ്ടും നീറി. ആ ഓർമ്മകളിൽ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. പിന്നെയും തുടങ്ങിയ കരച്ചിൽ. എൻ്റെ മോളെ, കരച്ചിലൊക്കെ ഒന്ന് അവസാനിപ്പിക്ക്, ഒക്കെ റബ്ബിൻ്റെ വിധിയാവും, അങ്ങനെ സമാധാനിക്കണം എൻ്റെ പൊന്നുമോള്. ആ ഉമ്മ മുടിയിൽ തഴുകി എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൾക്ക് അവരെ മനസ്സിലായില്ല എങ്കിലും എന്തോ ഒരു ആശ്വാസം പോലെ ആ ഉമ്മയെ ചാരി നിന്നവൾ. കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിൽ അവളെ ചാരിയിരുത്തി കുറച്ചപ്പുറത്തിരിക്കുന്ന മേശയിൽ നിന്നും ഒരു പാത്രത്തിൽ കഞ്ഞിയെടുത്ത് അവർ വീണ്ടും വന്നു. മോള് കരയാതെ, ഇത്തിരി കഞ്ഞി കുടിക്ക്, അപ്പോൾ എൻ്റെ കുട്ടിയുടെ ക്ഷീണമെല്ലാം മാറും. എനിക്ക് വേണ്ട. അങ്ങനെ പറയില്ല മോളെ, എന്തെങ്കിലും കഴിക്കാതെ എങ്ങനെയാ ജീവൻ നോക്കണ്ടേ മോളെ. അവർ നിർബന്ധപൂർവ്വം കഞ്ഞി വാരി വായിലേക്ക് വെച്ചപ്പോൾ അവൾക്ക് വായ തുറക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, അത്രക്കധികം വിശപ്പും ഇടങ്ങേറും കൊണ്ട് അവൾ ആകെ കുഴഞ്ഞിരുന്നു. വേഗം ആ കഞ്ഞി കോരിക്കെടുക്കുമ്പോൾ അവൾക്കൊരു വലിയ ദാഹം കെട്ട പോലെ തോന്നി. 2 ദിവസമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ക്ഷീണം അവൾക്കുണ്ടായിരുന്നു. കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോൾ സെബിയുമ്മ തന്നെ പാത്രം കഴുകിയെടുത്ത് വെക്കുകയും അവളെ എഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ പാത്രത്തിൽ വെള്ളമെടുത്ത് അവളുടെ മുഖം കഴുകി കൊടുത്തു. അത്ഭുതത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. തന്നെ മനസ്സിലാകാത്ത പകപ്പാണ് അവളുടെ മുഖത്ത് എന്ന് സെബിയാക്ക് തോന്നി. എൻ്റെ പേര് സെബിയ, ആഷിമോൻ എന്നെ ബീഹിമ എന്ന് വിളിക്കും. മോളും അങ്ങനെ തന്നെ വിളിച്ചോ. കൂട്ടുകാരൻ്റെ ഉമ്മയാണെങ്കിലും ഓനെ ഞാൻ സ്വന്തം ഉമ്മാനെ പോലെയാ. എനിക്കും അതന്നെ. ഏതാ എൻ്റെ മോൻ ഏതാ എന്ന് ഞാനിതുവരെ മാറി ചിന്തിച്ചിട്ടില്ല. അതിനവൾ പതിയെ ഒന്ന് തലകുലുക്കി. ആഷി വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് അപ്പോഴാണ്. എന്തായി മോനെ, കിട്ടിയ മരുന്നൊക്കെ? ഡോക്ടർ എന്ത് പറഞ്ഞു? ആ,
ട്രിപ്പ് തീർന്നാൽ പോകാമെന്ന് പറഞ്ഞു ഭീമ. വേറെ കുഴപ്പമൊന്നുമില്ല, ഇതാ മരുന്ന് കൊടുത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ പോവാനാണ് പറഞ്ഞത്. അത് പറഞ്ഞ് അവൻ നോക്കിയത് ഇശലിൻ്റെ മുഖത്തേക്കാണ്. അവളും പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി. വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം കാണുന്നതിന് മുമ്പായി തന്നെ അവളുടെ കണ്ണുകൾ താഴ്ത്തി. അവനും ആകെ വല്ലായ്മ തോന്നി. വേഗം തന്നെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. സെബിയ അവളെ മരുന്നൊക്കെ കൊടുത്തു കുറച്ചു നേരം കൂടി മയങ്ങാൻ വിട്ടു പുറത്തേക്കിറങ്ങി. ആ സമയം മാളിയേക്കൽ തറവാട്ടിൽ വിവാഹമംഗലം പൊടി പിടിക്കുകയായിരുന്നു. ഡാർക്ക് മെറൂൺ കളറിൽ ഹെവി വർക്ക് ചെയ്ത ലഹങ്കയിൽ ഇശലിനായി എടുത്ത ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായി വളരെയധികം സന്തോഷവതിയായി ഫൈസ ഒരുങ്ങി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഇശലിനോടുള്ള വാശി പുറത്തു തന്നെ മുജീബ് നിക്കാഹിനിരുന്നു. തൊട്ടടുത്ത് ഫൈസ വന്നിരുന്നപ്പോൾ അവൻ എന്തോ ഉള്ളുരുകി ഇല്ലാതാവുന്നത് പോലെ തോന്നി. ഇശലിനെക്കുറിച്ചുള്ള സങ്കടങ്ങളുണ്ടെങ്കിലും അവളോടുള്ള വാശിപ്പുറത്ത് തന്നെ എല്ലാവരും വിവാഹം വളരെ മനോഹരമായി കൊണ്ടാടി. ഈ സമയം തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഉറക്കം വരാതെ ചിന്തിക്കുകയായിരുന്നു ഇശൽ. ഇപ്പോൾ തന്നെ എല്ലാമായിരുന്ന മുജിക്ക് എന്നേക്കുമായി ഫൈസയുടേതായിട്ടുണ്ടാവും. അവരുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവും. വളരെ മനോഹരമായി അവർ രണ്ടുപേരും വിവാഹ വസ്ത്രങ്ങളോട് ചേർന്നിരിക്കുന്നത് അവൾ ഉള്ളിൽ ആലോചിച്ചു. നെഞ്ചു പൊട്ടിപ്പോയി കരഞ്ഞുപോയി അവൾ. ആ മോൾ എണീറ്റോ, നമുക്ക് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. മോള് പതുക്കെ എഴുന്നേൽക്കെ. അവളെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് സെബിയ മുന്നിൽ നടന്നു. അക്കുവിൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുമ്പോൾ ഇനി എന്താവും തൻ്റെ ജീവിതം എന്നൊരു ചിന്തയൊന്നും അവളിലേക്ക് വന്നില്ല. എല്ലാത്തിനേക്കാളും ഉപരിയായി അവൾക്കുള്ളിൽ മുഴച്ചു നിന്നത് മുജിക്കയുടെ നിക്കാഹ് കഴിഞ്ഞു എന്നുള്ള ചിന്തയായിരുന്നു. വേറെ ഒന്നും അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. മാസങ്ങളെ ആയിട്ടുള്ളൂ മുജിക്കായുമായുള്ള തൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ട്. പക്ഷേ കുറച്ച് നാളുകൾ കൊണ്ട് മുജി അവൾക്ക് ആരിലമയൊക്കെ ആയിരുന്നു. അവൻ്റെ കുഞ്ഞോളെ എന്നുള്ള വിളി പോലും അവൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. പ്രണയം എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതത്വമായിരുന്നു അവൾക്കവൻ. അതേസമയം മാളിയേക്കലിൽ വിവാഹാഘോഷം പൊടി പിടിക്കുകയായിരുന്നു. നെഞ്ചിടിക്കത്തിൻ്റെ പടിവാതിലും ഫൈസയെ നോക്കി ചിരിക്കാൻ മുജി ശ്രമിച്ചു. ഫൈസയ്ക്കും നസീറക്കും പക്ഷേ തൻ്റെ കണക്കുകൂട്ടൽ വിജയിച്ചതിൻ്റെ സന്തോഷവും ആവേശവുമായിരുന്നു. ഒരു സ്വർഗം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു ഫൈസക്ക്. ഇശലിന് നൽകാൻ മഹറായി വാങ്ങിയ ഡയമണ്ട് നെക്ലേസ് സ്വന്തം ഏറ്റുവാങ്ങുമ്പോൾ ഒട്ടും കുറ്റബോധം തോന്നിയില്ല ഫൈസക്ക്. പകരം അവൾക്ക് കിട്ടാത്ത ആ സന്തോഷം തനിക്ക് കിട്ടിയതിൽ ഉള്ള ആവേശമായിരുന്നു. തനിക്ക് കിട്ടിയത് ലക്ഷങ്ങൾ വില മതിക്കുന്ന മഹർ, അവൾക്കോ വെറും 5000 രൂപയുടെ മഹർ. ആലോചിക്കും തോറും ഫൈസയ്ക്ക് തുള്ളിച്ചാടാൻ തോന്നി. പക്ഷേ വിവാഹവേദിയിൽ ആ സന്തോഷം അടക്കി മൗനമായി അവളിരുന്നു. മുജിയുടെ മുഖത്ത് വലിയ നിരാശയായിരുന്നു. കരയാനും എഴുന്നേറ്റ് പോകാനും കഴിയാതെ ഇരിക്കുമ്പോൾ അവനുള്ളിൽ ഇരുന്ന് ആരോ പറഞ്ഞു, കേൾക്കാമായിരുന്നു നിനക്കവളെ, ഒന്ന് മനസ്സിലാക്കാമായിരുന്നു എന്ന്. അക്കുവിൻ്റെ ഓട്ടോയിൽ സെബീമയുടെ തോളിൽ ചാരി കിടക്കുമ്പോൾ ചുറ്റും നടക്കുന്നത് എന്തെന്ന് ഒരു ബോധ്യവുമില്ലായിരുന്നു അവൾക്ക്. എല്ലാം പുതിയ മുഖങ്ങൾ, പുതിയ ചുറ്റുപാടുകൾ. ആശയുടെ മുഖം പോലും അവൾക്ക് അപരിചിതത്വമുണ്ടാക്കി. സെബി എന്ന ഉമ്മയുടെ സാന്നിധ്യം മാത്രം അവൾക്ക് നേരിയൊരു ആശ്വാസമുണ്ടാക്കി. വാ മോളെ. വണ്ടിയിൽ നിന്നും സെബി അവളുടെ കയ്യിൽ പിടിച്ച് പതുക്കെ പുറത്തിറങ്ങി. അവൾ പകപ്പോടെ ആ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. ഒരു കുഞ്ഞൊരു ഓടിട്ട ചെറിയ വീട്, ചെറിയ ഇറയത്തിന് ചുറ്റും കെട്ടിയ അരഭിത്തി, ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിന് ചുവന്ന് കാവിയിട്ട തിണ്ട അങ്ങായി പൊട്ടിയിട്ടുണ്ട്. വേലിയുടെ അപ്പുറം ഇപ്പുറമൊക്കെ തല പൊന്തിച്ച് നിൽക്കുന്ന ചില ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടതിൽ. അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി അവരുടെ ആ നോട്ടത്തിലും ഭാവങ്ങളിലൊക്കെ. എല്ലാവരും ഈ അവിഹിത കഥകളുടെ പല രൂപങ്ങൾ പല ഭാവത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പത്രം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സെബിയും അവളുടെ കൈപിടിച്ച് അകത്തേക്ക് വേഗം കടന്നു. അങ്ങനെ മാളിയേക്കിലെ ആ രാജകുമാരി ആശയുടെ കൊച്ചു വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചു. പകപ്പോടെ ആ കൊച്ചുമുറിയിലേക്ക് അവൾ കയറി. വളരെ ചെറിയ ഒരു മുറി. ഒരു ചെറിയ മേശയുണ്ട് ഒരു മൂലയിൽ, അത്രയും മാത്രം. മോളൊന്ന് കിടന്നോ? ഒന്ന് കിടക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാം. ഒന്ന് കുളിച്ചാൽ ക്ഷീണമൊക്കെ മാറും. എൻ്റെ കയ്യിലൊന്നുമില്ല മാറാൻ, ഡ്രസ്സൊന്നുമില്ല. കുറച്ച് മടിയോടെയാണ് അവൾ പറഞ്ഞത്. അതിനെന്താ മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഒരു കടലാസിൽ എഴുതിത്താ ഡ്രസ്സിൻ്റെ സൈസൊക്കെ. ഞാൻ വേഗം പോയി വാങ്ങിയിട്ട് വരാം. വേണ്ട, ബുദ്ധിമുട്ടാവൂലേ? പൈസയൊക്കെ വേണ്ടേ? അവൾ ഇത്തിരി പകപ്പോടെ ചോദിച്ചു. എന്നിട്ട് മെല്ലെ കഴുത്തിൽ കിടക്കുന്ന സ്വർണത്തിൻ്റെ ചെയിൻ ഊരി കയ്യിലെടുത്തു. സെബി അവളെ വളരെ പുഞ്ചിരിയോടെ നോക്കി. ചെയിൻ തിരികെ അവളുടെ കയ്യിലേക്ക് വെച്ചെടുത്തു. തൽക്കാലം എൻ്റെ മോൾ ഇത് കഴുത്തിലിട്.
ഇപ്പോൾ നിനക്ക് 2-3 ജോഡി ഡ്രസ്സ് വാങ്ങാനുള്ള പൈസയൊക്കെ കയ്യിലുണ്ട്. അവൾക്ക് പിന്നെ ഒന്നും പറഞ്ഞ് തർക്കിക്കാൻ തോന്നിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അവരോടൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.